ചൈന ചതിച്ചാശാനെ. ട്രംപിനോട് പോയി പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, തന്ന സാധനങ്ങളൊക്കെ മോശം. എയർ ഡിഫൻസ് HQ-9 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നു, ഒന്നിനും കൊള്ളത്തില്ല. മിസൈൽ അങ്ങനെ തന്നെ. ഇവർ എക്സ്പോർട്ട് കാറ്റഗറിയിൽ കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ചൈനയുടെ ഒറിജിനലല്ല, അല്ലെങ്കിൽ ചൈനയുടെ ഒറിജിനൽ തന്നെ മോശമാണ്. ഏതായാലും പരാതിയുമായിട്ട് പാകിസ്ഥാൻ ഇപ്പോൾ അമേരിക്കയെ പോയിരിക്കുകയാണെന്ന് കേൾക്കുന്നു. അമേരിക്കയുടെ ഒരു ഉന്നതതല സംഘം പോയതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ യാചിക്കുകയാണ്, ഈ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കൊള്ളില്ല, നിങ്ങളുടേത് തരണം. അഡ്വാൻസ്ഡ് US റഡാർ ആൻഡ് എയർ ഡിഫൻസ് ടെക്നോളജി ഇത് ഞങ്ങൾക്ക് വേണം. ഈ സാങ്കേതിക വിദ്യയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അയൽവക്കത്ത് നിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ബോധിച്ചു. അതെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് മേടിച്ചതാണല്ലോ കൂട്ടത്തിൽ, അവരും മേടിച്ചതാണ്. ഞാൻ മനഃപൂർവ്വം ചർച്ച ചെയ്യാതിരുന്നതാണ്, കാരണം ആ സമയത്തൊരു റിപ്പോർട്ട് വന്നിരുന്നു, മറ്റേ ഹില്ലില്, മറ്റേ കിരാന ഹില്ലിന്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ ഈ അമേരിക്കയുടെ ബോംബുകളാണ് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട്. അതിനൊരു തിയറി ഉണ്ട്, പാകിസ്ഥാന് ന്യൂക്ലിയർ വെപ്പണൊന്നും ഇല്ല, കയ്യിലുള്ളത് അമേരിക്ക കൊടുത്ത സാധനമാണ്, അമേരിക്ക വെച്ചിരിക്കുന്നതാണ്. അത് അഫ്ഗാൻ ക്രൈസിസ് ഉണ്ടായ സമയത്ത് അവിടെ കൊണ്ടുവച്ച സാധനമാണെന്ന് പറയുന്നത്. സോവിയറ്റ് യൂണിയനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സാധനം വെച്ചിട്ടാണ് ഇവർ ബഹളം വെക്കുന്നത്. അതെടുത്ത് പൊട്ടിക്കണമെങ്കിൽ അമേരിക്ക സമ്മതിക്കണം. ആ കിരാന ഹില്ലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ മറ്റേ ഭൂമിയുടെ അകത്ത് അന്തർഭാഗത്ത് ഇവരുടെ അണുബോംബുകളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഭാഗത്ത് ഒരു വ്യോമാക്രമണം നടത്തിയപ്പോ മറ്റേ ട്രംപിന് വിഷമം വന്നു. ആ സമയത്ത് വിളിച്ചതാണെന്ന് പറഞ്ഞിട്ടൊരു നേരത്തെ വന്നിട്ടുണ്ട്. അത് പ്രതിരോധ ജേർണലുകളിലൊക്കെ ആ സമയത്ത് വന്നതാണ്. അപ്പോൾ ഇവര് പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുമോ എന്നുള്ള ചോദ്യവും ഇതിൻ്റെ അകത്തുണ്ട്, ഇന്ത്യയെ വെറുപ്പിച്ചിട്ട്. അപ്പം മെയ് 8, 10 ആ സമയത്ത് 12 വ്യോമതാവളം ഇന്ത്യ തകർത്തപ്പോൾ പിന്നെ 30 പട്ടാള കേന്ദ്രങ്ങളിലൊക്കെ ആക്രമണം നടത്തി കഴിഞ്ഞപ്പോൾ നൂർഖാൻ, സർഗോദ, ജക്കോബാബാദ്, സ്കാർദു അവിടെയൊക്കെ ആക്രമണം നടത്തുന്ന കാലത്ത് ഈ ചൈനയുടെ ഈ പറഞ്ഞ പോലെ HQ-9 ഇതൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. മാക്സറിൻ്റെ ടെക്നോളജീസിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളിൽ ഗർത്തങ്ങളൊക്കെ കാണാം. ഇത് തകർത്തതിൻ്റെ ഹാങ്ങറുകൾ തകർത്ത ആ ഭാഗത്തുമൊക്കെ കാണാം. റഡാറുകളൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. 20% പാകിസ്ഥാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ F-16 വിമാനം അമേരിക്കയുടെ, JF-17 ചൈനയുടെ, പിന്നെ സ്വീഡൻ്റെ സാബ് 2000 വാക്സ് അതൊക്കെ നശിച്ചു പോയതിൽ പെടും. പിന്നെ ബൊലാരി ആക്രമണത്തിൽ 50 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സ്ക്വാഡ്രൺ ലീഡറും അതിൽ പെട്ടിട്ടുണ്ട്. അവരുടെ ഇന്ത്യ ഇലക്ട്രോണിക് ജാമിംഗ് പ്രയോഗിച്ചതായിട്ടും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. HQ ലോങ് റേഞ്ച് ആ സിസ്റ്റം, അത് നമ്മൾ ഒരു വീഡിയോയിൽ മറ്റൊരു പാകിസ്ഥാൻ മറ്റേ എയർ ഡിഫൻസ് ഓഫീസർ തന്നെ സ്ഥലം കാണിച്ചു കൊടുത്ത കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. HQ-9 കൂടെ ചിത്രമെടുത്ത് അയാൾ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. പിന്നെ FD-2000 മീഡിയം റേഞ്ച് മിസൈൽ സംവിധാനങ്ങൾ ഇതെല്ലാം നമ്മൾ തകർത്തിട്ടുണ്ട്. ഹാർപി, ഡ്രോൺസ്, സ്കാൽപ്പ്, ഹാമർ മിസൈലുകൾ, ബോംബുകൾ 23 മിനിറ്റ് കൊണ്ട് നമ്മൾ ഒരുമാതിരിയൊക്കെ ശരിയാക്കി എടുത്തിട്ടുണ്ട് പാകിസ്ഥാനെ. അപ്പോൾ പാകിസ്ഥാൻ്റെ ഉന്നത തല സംഘത്തിൻ്റെ ഡിമാൻഡ് പാട്രിയറ്റ് മിസൈൽ സംവിധാനം കിട്ടിയാൽ കൊള്ളാം അമേരിക്കയിൽ നിന്ന്. പിന്നെ ഒരു F-16 ഫ്ലീറ്റ് കിട്ടിയാലും കൊള്ളാം. അപ്ഗ്രേഡ് ചെയ്ത് F-16 ഫ്ലീറ്റ് കിട്ടണം. ഈ 2 ആവശ്യങ്ങൾ അമേരിക്കയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ S-400 വലിയ ശല്യമാണ്, അതുകൊണ്ട് നിങ്ങളിത് തരണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ തേജസ് തുടങ്ങി നമ്മുടേതായ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. ഇന്ത്യയെ പിണക്കാതെ അമേരിക്ക ഇത് ചെയ്യുമോ എന്നുള്ള ചോദ്യം ഈ പാകിസ്ഥാനെ സഹായിക്കുകയാണെങ്കിൽ ഉയരും എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ തുർക്കിയുടെ സൈപ്പർ എയർ ഡിഫൻസ് സിസ്റ്റം അതിനും
പാകിസ്ഥാൻ ശ്രമം നടത്തുന്നു, സൈപ്പർ 1 and 2. പക്ഷേ അത് വാങ്ങിക്കാനുള്ള പൈസ കയ്യിലില്ല. IMF കൊടുക്കുന്ന പൈസയൊക്കെ കൊണ്ട് ദൈനംദിന ചെലവുകളൊക്കെ നിർവഹിച്ച് പോവുകയാണ്. അതുകൊണ്ട് ഈ HQ-19 എന്ന് പറഞ്ഞിട്ട് മറ്റേ HQ-9 കുറച്ചുകൂടി അപ്ഗ്രേഡഡ് വേർഷൻ ഉണ്ട്. ഇനി അതിൽ പോയി പാകിസ്ഥാൻ പെടുവോ എന്നും കണ്ടറിയണം. കാരണം കൊള്ളില്ലാത്തതിനേക്കാൾ വലിയ കൊള്ളില്ലാത്തൊരു സാധനം HQ-19 മേടിക്കുമോ എന്നുള്ള സംശയമുണ്ട്, കാശില്ലാത്തത് കൊണ്ട്. പിന്നെ HQ-16 ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നശിച്ചു പോയിട്ടുണ്ട്. HQ-9 അല്ലാതെ HQ-16 ഉണ്ടായിരുന്നിട്ടുണ്ട്. അത് ഈ റിപ്പോർട്ട് വരുമ്പോഴാണ് HQ-16 മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ HQ-16 എന്ന് പറയുന്നത് 40 മുതൽ 70 കിലോമീറ്റർ വരെ റേഞ്ചിലുള്ളതാണ്. HQ-9P എന്ന് പറയുന്നത് 125 കിലോമീറ്റർ. HQ-9 ആണ് ലാഹോറിൽ നമ്മൾ കറാച്ചിയിലും ഒക്കെ തകർത്തത്. സൈപ്പർ 1 70 കിലോമീറ്റർ, സൈപ്പർ 2 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തുർക്കി. അപ്പൊ അതിനൊക്കെ നല്ല പൈസ തുർക്കി ചോദിക്കും. 150 കിലോമീറ്റർ സമയം എടുക്കും. അപ്പൊ ഇപ്പോ നമ്മളാണെങ്കിൽ ഈ മോക്ക് ഡ്രില്ലുകളൊക്കെ ഇപ്പോഴും അതിർത്തിയിൽ അവസാനിപ്പിച്ചിട്ടൊന്നുമില്ല. പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മോദി എല്ലായിടത്തും പോയാൽ ഉടനെ ശരിപ്പെടുത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയോട് യാചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. അല്ല, അമേരിക്ക അത് സ്വാഭാവികമായും കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അമേരിക്കയ്ക്ക് ഈ സാധനം വിറ്റല്ലേ പറ്റുള്ളൂ, ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, കച്ചവടമാണ്. സമീപകാലത്ത് വേൾഡ് ബാങ്കിൻ്റെ ലോൺ കിട്ടുന്നു, IMFൻ്റെ ലോൺ കിട്ടുന്നു, ഇതൊക്കെ കിട്ടി. ചിലപ്പോൾ ADBയുടെ ലോണും കിട്ടിയേക്കും. അങ്ങനെ അമേരിക്കയ്ക്ക് ഇവരെ കൊണ്ടുവന്ന് ആ സംഘർഷ സമയത്ത് തന്നെ കൊടുത്തു. അതെ, ഇത് പുനർനിർമ്മിക്കുക എന്നുള്ളത് അവരുടെ കാശ് കൊണ്ട് പുനർനിർമ്മിക്കുക, അതിൻ്റെ പലിശ മേടിക്കുക, കുറേ ആയുധം കൊടുക്കുക. അപ്പോൾ ബാലൻസ് ചെയ്യാനായിട്ട് ഇന്ത്യക്കും കൂടെ എന്തെങ്കിലും തരും. അങ്ങനെ ആയിരിക്കുമല്ലോ അവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്യാനുള്ള ഇവിടെ തരും. ഉടനെ വീണ്ടും പാകിസ്ഥാൻ അറിഞ്ഞുകൊണ്ട് അയ്യോ അവർക്ക് ആ സാധനം കിട്ടി, അതുകൊണ്ട് ഞാൻ കൂടെ തരണം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ അഡ്വാൻസ്ഡ് സാധനം നമുക്ക് ഇപ്പുറത്ത് തരും. ഇങ്ങനെയാണ് കുറേ കാലമായി അമേരിക്ക ലോകത്തെമ്പാടും കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമുക്കിപ്പോൾ നമ്മൾ ഈ S-400 പോലും നമ്മൾ ഒരുപാട് തവണ ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പരമാവധി 11 തവണയോ മറ്റോ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ നമ്മുടെ ആകാശ് പോലെയുള്ള നമ്മുടെ സാധനങ്ങൾ, പിനാക പിന്നെ ഇതാണല്ലോ ലോഞ്ചറാണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ സ്നൈപ്പർമാരെ പോലും നമ്മൾ ഉപയോഗിച്ചെന്ന് പറഞ്ഞു. ഡ്രോണുകൾ വെടിവെച്ചിടാൻ. സാറ് മിസൈലൊന്നും ഉപയോഗിക്കണ്ട, സ്നൈപ്പർ ഷൂട്ടർമാരെ വെച്ച് വെടിവെച്ചിട്ടു എന്ന് പറയുന്നു. കാരണം 2-3 കിലോമീറ്റർ റേഞ്ചിലൊക്കെ വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡ്രോണുകളെ സ്നൈപ്പേഴ്സിനെ ഉപയോഗിച്ച് വെടിവെച്ചിട്ടു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. കാരണം ഒരു വേവ്സ് ആയിട്ടാണല്ലോ ഇവർ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം പോലെ ഒരു ഡ്രോണുകളുടെ ഒരു വേവ് വരുന്നു. അതിനെ നമ്മൾ തോക്കുകൊണ്ട് വെടിവെച്ചിട്ടു നമ്മുടെ മിടുക്കന്മാരായ ഷൂട്ടർമാരെന്ന് പറയുമ്പോൾ അതും ഒരു വലിയ അഡ്വാൻറ്റേജാണ്. അപ്പോൾ ഏതായാലും നമുക്ക് പാകിസ്ഥാന് കൊടുക്കും, അമേരിക്ക കൊടുക്കുക തന്നെ ചെയ്യും അല്ലേ? എന്താണ് സാർ? പാകിസ്ഥാന് പാട്രിയറ്റ് കൊടുക്കുമെന്നുള്ളത് എനിക്ക് അങ്ങനെ ആർക്കും കൊടുത്തിട്ടില്ല അല്ലേ? അതെ, കാരണം ഇസ്രായേലിനെ കൊണ്ട് താട് വെച്ചിട്ടുണ്ട്. പാട്രിയറ്റ് ഗൾഫ് യുദ്ധകാലത്തും പാട്രിയറ്റും ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ അതല്ലാതെ ഈ F-16 ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ സാരമില്ല, കിടക്കട്ടെ, നമുക്കാണെങ്കിൽ അത് വേണ്ടതാണ്. നമുക്ക് വേണ്ട, വേണ്ടെന്നും പറഞ്ഞു. നമുക്കിപ്പോൾ F-21 അങ്ങനെ വല്ലതും തരാം, പിന്നെ F-35 നോക്കാം എന്നൊക്കെ പറഞ്ഞ് ഈ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ തന്നെ ആയുധങ്ങൾ തന്നെ ഈ S-400 ഒക്കെ വെച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ് പാകിസ്ഥാൻ. മാത്രമല്ല ഈ റഫാലിനെ പറ്റി ഉള്ള ഈ പോഴത്തം പറച്ചില് അത് നമ്മൾ അങ്ങനെ അംഗീകരിക്കുന്നതായിട്ടും തോന്നുന്നില്ല. റഫാൽ തള്ളിത്തിരി കൂടുതലായിരുന്നു. തള്ളു കൂടുതൽ ആണെങ്കിലും അത് പോയിട്ടുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമാണ്. അപ്പോൾ ഒരു നാണക്കേടുണ്ട്. മറ്റേ ദസോൾട്ടിന് എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമുണ്ട്. എന്തായാലും യൂറോപ്പിലേക്കൊരു സന്ദർശനം നടത്തുന്നുണ്ട് മന്ത്രി ജയശങ്കർ. അപ്പോൾ ഞങ്ങൾക്ക് വലിയ വിഷമമില്ല എന്ന് ഫ്രാൻസിൽ പറയാൻ സാധ്യതയുണ്ടെന്ന് ചില റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ചൈനയും പാകിസ്ഥാനും അമേരിക്കയും എല്ലാം കൂടി തള്ളുകയാണ് ഈ റഫാലിനെതിരെ. പക്ഷെ നമ്മൾ ആദ്യത്തെ ദിവസത്തെ യുദ്ധത്തിൽ അത് ശരിയായില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടെന്ന് മറ്റേ അനിൽ ചൗഹാൻ പറഞ്ഞപ്പോൾ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം അതായത് നമ്മുടെ സുഖോയ്ക്ക് മുന്നിലല്ല റഫാൽ, അതിന്റെ പിന്നിൽ നിൽക്കാനുള്ളൊരു സാധനമുള്ളൂ.
അപ്പോൾ ചിലർ പറഞ്ഞു കേട്ടാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല പ്ലാറ്റ്ഫോമും മിഗ് ഉണ്ട്, മിറാഷ് ഉണ്ട്, സുഖോയി ഉണ്ട്, പിന്നെ റഫേലും ഉണ്ട്. ഇതെല്ലാം കൂടെ ഇതിൻ്റെ വേഗതയും ചടുലതയും ഒക്കെ പലതരത്തിലാണ്, ത്രസ്റ്റും ഒക്കെ പലതരത്തിലാണ്. അപ്പോൾ ഇതിനെല്ലാം ഒരേപോലെ ഉപയോഗിച്ചു എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ദിവസത്തെ നമ്മുടെ ഒരു പോരായിക എന്ന് ചില ഡിഫൻസ് സൈറ്റുകളിൽ കാണിച്ചു. കാരണം ഓരോന്നും ചിലതൊക്കെ ഈ എപ്പോഴും സുഖോയുടെ പിന്നിലേ നിൽക്കാവുള്ളൂ റഫേൽ. ഇപ്പോൾ റഫേൽ കിട്ടിയ പതിലിട്ട് അതുമായിട്ട് അടിച്ച് മുന്നിൽ പോയി കാണും. അവന് വെട്ടിത്തിരിയാനും അതിൻ്റെ ഈ ആകാശത്ത് ചുറ്റിത്തിരിയാനുള്ള ഒരു വേഗത റഫാലിനേക്കാളും വേഗത കൂടുതലാണ് സുഖോയ്. അപ്പോൾ ഇതിനെ രണ്ടും ഒരുമിച്ച് ഓടാൻ വിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഈ മിസൈലുകൾ ഈ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുമല്ലോ ഒരു വിമാനവുമായിട്ട്, ആ ഇന്റഗ്രേഷൻ റഫാലിൽ അത്ര കൃത്യമായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ സുഖോയിലൊക്കെ അത് വളരെ ക്ലീൻ നമ്മുടെ മിസൈലുകൾ ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇവര് കോഡ് തന്നില്ല എന്നുള്ള സോഴ്സ് കോഡ് തന്നില്ല എന്നുള്ള ഒരു പ്രശ്നവും, അത് മാത്രമല്ല അത് തരും എന്നുള്ളതാണ് നമ്മളുമായിട്ടുള്ള കരാറ്. അത് ആ സമയത്ത് സംഭവിച്ചില്ല എന്ന് പറയുന്നുണ്ട്. അതിന്റെ ശരി തെറ്റുകൾ നമുക്കറിയില്ല. ഈ പറയുന്നതൊക്കെ നമ്മൾ ഇതിന്റെ എക്സ്പേർട്ട് ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഡിഫൻസ് സൈറ്റുകളിൽ കണ്ട കാര്യമാണ് ആണ് പറയുന്നത്. ഏതായാലും അമേരിക്ക വെറും കൈയോടെ പാകിസ്ഥാനെ വിടില്ല, കച്ചവടമല്ലേ പ്രധാനം. പക്ഷെ പറയാൻ പറ്റില്ല, അമേരിക്ക ഇപ്പൊ കത്തുകയാണ്. കാലിഫോർണിയയിൽ ഭയങ്കര കലാപം നടക്കുകയാണ്. ലോസ് ആഞ്ചൽസിൽ, കാലിഫോർണിയ സ്റ്റേറ്റിൽ. അപ്പോൾ മാത്രമല്ല അവിടുത്തെ ഗവർണറുടെ അനുമതി കൂടാതെ ആദ്യമായിട്ട് സൈന്യത്തെ ഇറക്കി, പോലീസ് വണ്ടികൾ കത്തിക്കുന്നു, ഇമിഗ്രേഷൻ ഓഫീസുകൾ കത്തിക്കുന്നു, മറീൻസിനെ ഇറക്കും എന്ന് കേൾക്കുന്നു. അങ്ങനെ ഗുരുതരമായ പറഞ്ഞിട്ടുണ്ട് ആ പരിപാടി പറ്റില്ല. മേയർ ഗവർണർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാഷണൽ ഗാർഡ് ഇറങ്ങി ഈ മറീൻസിനെ ഇറക്കും എന്ന് പറയുന്നു. അമേരിക്ക ഈ പറഞ്ഞ പോലെ 1860കളിൽ നടന്ന പോലെ ഒരു സിവിൽ വാറിലേക്ക് പോയേക്കാനുള്ള സാധ്യത പോലും. കാരണം കാലിഫോർണിയയാണ് ഏറ്റവും സമ്പന്നമായ സ്റ്റേറ്റ്. അവർ പറയുന്നു ഞങ്ങൾ പിരിച്ചിട്ടുള്ള ബില്യൺ കണക്കിന് ടാക്സ് ഉണ്ട്, അത് ഫെഡറൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് തരില്ല എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു വലിയ ഡിവിഷനിലേക്ക് പോവുകയാണ്, ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോവുകയാണോ? ട്രംപിനെതിരെ ഡീപ് സ്റ്റേറ്റ് നടത്തുന്ന ഒരു നീക്കത്തിന് വല്ലാത്തൊരു ആക്കവും വേഗതയും വന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ട്രംപ് ഇത്തിരി ദുർബലനുമാണ്. അതെ, ഈ ഫെഡറൽ ഈ പട്ടാളത്തിനെ ഇങ്ങോട്ട് ഇറക്കണ്ട എന്നവര് പറയുന്ന ഒരു അവസ്ഥയുണ്ട് കാലിഫോർണിയയിൽ. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. പിന്നെ ഈ ട്രംപ് കഴിഞ്ഞ കുറെ നാളായിട്ട് എല്ലാവരെയും പിണക്കുന്നുണ്ട്. ആളുടെ കുടുംബത്തിലെ ആളുകളെയും മസ്കിനെയും ഒക്കെ പിണക്കുന്ന വിധത്തിലേക്ക് അത് ഭ്രാന്ത് ആ രീതിയിൽ വ്യാപിച്ചു. അതെ. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ള കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.